നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു പാരൻസ് എന്ന നിലയിൽ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മളെ അടുത്തൊക്കെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വായിക്കാൻ അറിയൂല, എഴുതാൻ അറിയൂല, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ രക്ഷിതാക്കൾ എപ്പോഴും പറയുന്നത് കേൾക്കാം. ഇവനൊരു 5ലും 6ലും 7ലൊക്കെ എത്തിയ കുട്ടികളെ കുറിച്ചുള്ള ഒരു കംപ്ലൈൻ്റാണ്, ടീച്ചേഴ്സിന് വരെയുള്ള കംപ്ലൈൻ്റാണ്. ഇപ്പോഴും ഈ അക്ഷരങ്ങൾ അറിയൂല, മലയാളം എഴുതാൻ അറിയൂല, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ അറിയുന്നില്ല, സ്മോൾ ലെറ്റർ അറിയുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകൾ. ഞാൻ വിചാരിക്കുന്നു ഇതിലുള്ളതൊക്കെ ഒരു വിധം പാരൻസ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് മേ ബി ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു 8ലോ ഹൈസ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ടാവും മക്കളൊക്കെ, അല്ലെങ്കിൽ ഒരു UP തലത്തിലൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ഇപ്പോഴും ബേസ് അക്ഷരങ്ങൾ വരെ അറിയൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 3 വർഷത്തെ ആ ഒരു കൊറോണ കുട്ടികളെ നന്നായിട്ട് ഇതിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് എന്താണ്, ഈ ഒരു സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സംരംഭങ്ങളൊന്നും അവർക്ക് അവരുടെ ബേസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന്, അല്ലെങ്കിൽ എൻ്റെ മൂത്ത മകനിക്ക് എന്താണ് നല്ലത് നല്ല അറിയാണ്, പക്ഷേ ഇളയവനക്ക് എന്തെയ്യുന്ന ഒന്നും അറിയാത്ത അവസ്ഥയാണ്, ഞാൻ ഇരുന്ന് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു മാറ്റം കാണുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് രക്ഷിതാക്കളെ. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു കാരണം എന്ന് പറയുന്നത് എല്ലാവരും പെട്ടെന്ന് പറയുന്നതാണ് എൻ്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ട് ഡോക്ടറെ എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പം ശരിക്കും ഈ ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യമാണോ എല്ലാ കുട്ടികൾക്കും ഉള്ളത് എന്നുള്ളത് നമ്മൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. ഈ ലേണിംഗ് ഡിസബിലിറ്റി, അതായത് കുട്ടികൾക്ക് പഠനകാലത്ത് ഉണ്ടാകുന്ന ഒരു പഠന വൈകല്യവും ലേണിംഗ് ഡിഫിക്കൽറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അത് രണ്ടും എന്താണ്, 2 സാധനങ്ങളാണ്, നല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ലേണിംഗ് ഡിഫിക്കൽറ്റിയും ലേണിംഗ് ഡിസബിലിറ്റിയും. ഞാൻ പറയുന്നത് സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ. അപ്പം ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് എന്താണ്, രണ്ടും 2 സാധനങ്ങളാണ്. പാരൻസ് ആയ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് ഡിഫിക്കൽറ്റി രണ്ടും 2 സൈഡിൽ തന്നെ നിൽക്കുന്ന 2 സാധനങ്ങളാണ്. ഈ ടീച്ചേഴ്സൊക്കെ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞേക്കലുണ്ട്, കുട്ടിക്ക് LD ഉണ്ട്, IQ അസസ്മെൻറ്റ് നടത്തുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് LD ഒന്നും ആവില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പാരൻ്റൽ സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ കാര്യം കൊണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ഒരു അറ്റൻഷൻ കുറവ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു അറ്റൻഷൻ കുറവ് കൊണ്ടോ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി, അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതായിരിക്കാം മേ ബി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കളായ നമ്മളെ കറക്റ്റ് മനസ്സിലാക്കണം, എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഉള്ളത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ആണോ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കണം. നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയിലോട്ടാണ് ഇനി വരുന്നത്. അതിൻ്റെ മുമ്പ് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവാനുള്ള ഒരു മെയിൻ റീസൺ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മളെ പാരൻസിൻ്റെ അടുത്ത് നിന്ന്, നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്ത് നിന്ന് അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അതുപോലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. മുഹ്സിന, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണോ? ഓക്കെ, കൈ അറിയാതെ തട്ടിയതാന്ന് വിചാരിക്കുന്നത്. അപ്പം ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവാനുള്ള റീസൺസ് ആണ് ഞാൻ പറയുന്നത്. ലേണിംഗ് ഡിഫിക്കൽറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം അതുണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ രക്ഷിതാക്കളുടെ അടുത്ത് നിന്നുള്ള ഒരു ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയിൽ എപ്പോഴും ഹസ്ബൻഡ് അതായത് പാരൻസ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലുള്ള പ്രശ്നം, അങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടാണ് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവുക. ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അറ്റ്മോസ്ഫിയറിനൊക്കെ കുട്ടീനെ മാറ്റി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു അവർക്ക് ഒരു പിന്തുണയൊക്കെ നൽകി സപ്പോർട്ട് നൽകി, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കൂടുതലൊക്കെ കൊടുത്താൽ, അല്ലെങ്കിൽ 1 or 2 റെമഡിയൽ ട്രെയിനിങ്ങിനൊക്കെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് വരും. അപ്പം ഈ ഒരു റെമഡിയൽ ഇൻഷാല്ല പറയും. അപ്പോൾ ഈ റെമഡിയൽ ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ മാറാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചാണ്, അതായത് പഠന വൈകല്യം. നമ്മൾ ഷോർട്ടായിട്ട് സൈക്കോളജിസ്റ്റുമാരുടെ ഇടയിൽ LD എന്നൊക്കെ പറയും. നമ്മൾ അതിനെ LD എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയാറ്. ലേണിംഗ് ഡിസബിലിറ്റി എന്നാണ് അതിന് പറയാം. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു എൻ്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക എന്നുള്ളത്, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അവരുടെ
ഒരു 4ാം ക്ലാസ്സിലുള്ള അറിവിൽ ഞങ്ങാട്ടും ഒരു 2 സ്റ്റെപ്പ് താഴെ. അതായത് അവരുടെ ഒരു ബേസ് എന്നൊക്കെ പറയുന്നത് 1ലും 2ലൊക്കെ ബേസ് ആയിരിക്കും. ഇങ്ങനത്തെ കുട്ടികളാണെങ്കിൽ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് ഇപ്പം ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് അതിലും ഒരു 2 വർഷം പിന്നോട്ടായിരിക്കും അവരുടെ, അതായത് 2 സ്റ്റെപ്പ് ബാക്കോട്ടായിരിക്കും അവരുടെ ഒരു അക്ഷരങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ വായിക്കാൻ അറിയുന്നത്, മാത്തമാറ്റിക്കൽ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യം പെർസീവ് ചെയ്യുന്നത് എന്തോ ആവട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവർക്കുള്ള ഇൻഫർമേഷൻ ഇനിയിപ്പോൾ GK ഏതൊരു മേഖലയിൽ എടുത്താലും അവർക്കൊരു 2 ബാക്ക് സ്റ്റെപ്പിലോട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇതാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ ലേണിംഗ് ഡിസബിലിറ്റി വന്നാൽ ഞാൻ സ്പീഡ് കൂടുന്നില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഇടയിൽ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, എന്നോട് ചോദിക്കുക ഡൗട്ട്. പിന്നെ പറ്റുന്നവരൊക്കെ ക്യാമറ പരമാവധി ഓണാക്കുക, ആരും നിർബന്ധിക്കല്ല, പക്ഷെ ക്യാമറ ഓണാക്കിയാൽ എൻ്റെ ക്ലാസ് ഒന്നും കൂടി മുന്നോട്ട് പോകാൻ എനിക്കൊന്നും കൂടി ഹെൽപ്പായിരിക്കും. പിന്നെ അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്യുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, അറിയാത്തത് റെഫർ ചെയ്ത് പിന്നീട് അറിയിക്കുന്നതുമാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു അതായത് ഒരു 2 ബാക്ക് മുന്നോട്ട്, അതായത് 2 വർഷം പിന്നിലോട്ടായിരിക്കും അവരുടെ നോളജും ഇൻഫർമേഷനും എല്ലാ കാര്യങ്ങളും, അവർക്ക് എഴുതുന്നത് വായിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു 2 ക്ലാസ് പിറകിലോട്ടായിരിക്കും. ഇങ്ങനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നമ്മുടെ പാരൻറ്റിൻ്റെ കെയർ കാരണം, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കാത്ത കാരണം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല ഒപ്പിരുത്തി പഠിക്കാത്തൊരു സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാത്തതിൻ്റെ ഒക്കെ പേരിലാണ് ഈ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവുക. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ സംഭവമാണ്. അതായത് അവർക്ക് എന്താണ്, ഒരു ന്യൂറോളജിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വൈകല്യമാണ് എന്തെന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അവർക്കത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ, അവർ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങളൊന്നും അവരുടെ ഉള്ളിലോട്ട് അത് പാസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവുകയാണ്. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാണ്, ഇനിയിപ്പോൾ പാസ് ചെയ്ത് പോയാലും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ അത് മേ ബി മനസ്സിലാവുന്നുണ്ടാവും, അതെങ്ങനെ പുറത്ത് പ്രകടമാക്കണമെന്ന്, അല്ലെങ്കിൽ എഴുതുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മുന്നിലൊരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അത് അവർക്ക് പുതിയൊരു ഇൻഫർമേഷൻ അവരുടെ ഉള്ളിലോട്ട് കടക്കൂല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി കടന്നാൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട്, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണ് കൊടുക്കേണ്ടതെന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതായത് അവർക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂറോളജിക്കൽ സംഭവമാണ്, ഒരു കണ്ടീഷനാണത്. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടോ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാവുന്നതല്ല ലേണിംഗ് ഡിസബിലിറ്റി. അതുകൊണ്ട് തന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റി പൂർണ്ണമായും മാറുക എന്നുള്ളത് ഒരു റിസ്കി ഫാക്ടറാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. പക്ഷേ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് പഠനത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ഇതിൽ ഞാൻ പറഞ്ഞ പുതുതായി വന്നവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ലേണിംഗ് ഡിഫിക്കൽട്ടി ഒന്നും കൂടെ എന്താണെന്ന് പറഞ്ഞുതരാം. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ആ കുട്ടിക്ക് എന്താണ്, പഠനത്തിൽ ഓൾറെഡി വൈകല്യമാണ്. ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് അതിലുള്ളൊരു ബുദ്ധിമുട്ടാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടോ, അല്ലെങ്കിൽ പാരൻസിൻ്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധ കിട്ടാത്തതിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ലേണിംഗ് ഡിഫിക്കൽട്ടി. രണ്ടും 2 സാധനമാണ്. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, അത് കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കംപ്ലീറ്റ് മാറ്റാൻ പറ്റാത്തതിൻ്റെ പിന്നാലെ ഞങ്ങൾ എന്തിന് പോകണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കരുത്. കാരണം കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ആ കുട്ടികളെ എന്ത് ചെയ്യാം, വിജയിപ്പിക്കാൻ പറ്റും. ഒരു പരിധി വരെ അവരിൽ അത് മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്. പക്ഷെ പൂർണ്ണമായും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തും ചോദിക്കാം. പറഞ്ഞില്ലായിരുന്നോ, അതായത് ഇപ്പം അത് നമുക്ക് ഫുള്ളി മാറ്റുന്ന ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞില്ലായിരുന്നോ? ഹലോ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്.
നമുക്കിപ്പോ ഈ റിസ്കി ഫാക്ടർ എന്ന് പറയുമ്പോ അപ്പൊ പിന്നെ അവരുടെ മുന്നോട്ടുള്ള സ്റ്റഡി ഒക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാ പിന്നെ വ്യക്തമാക്കുക? അത് ഞാൻ പറയുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മാത്രം പറഞ്ഞെന്നുള്ളൂ. ടെൻഷൻ അടിക്കേണ്ട, ഫുള്ള് മാറ്റാൻ പറ്റില്ല വെച്ചിട്ട് കുട്ടി പറ്റേ പിറകോട്ട് പോവോ എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. നമുക്ക് മാറ്റാനുള്ള പല മാർഗങ്ങളുണ്ട്. പക്ഷെ കംപ്ലീറ്റ് മറ്റു കുട്ടികളെ പോലെ ആവൂല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഈ വേറെ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവാണേ. ഓക്കെ, അപ്പം ലേണിംഗ് ഡിസേബിലിറ്റി. അപ്പോൾ നമ്മൾ ലേണിംഗ് ഡിസേബിലിറ്റി അത് എന്തോ ഒരു വൈകല്യമാണ്, അയ്യോ എൻ്റെ കുട്ടി എന്തോ ഒരു പ്രശ്നക്കാരനാണ് എന്നുള്ള തരത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, പറ്റ കുട്ടികളെ അവോയ്ഡ് ചെയ്യരുത്. ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടിക്ക് എന്താണ്, പഠനത്തിൽ മാത്രമാണ് വൈകല്യം ഉണ്ടാവുന്നത്. അവരുടെ IQ, അതായത് അവരുടെ ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത് നോർമലോ അല്ലെങ്കിൽ എബോവ് ആവറേജോ ഉണ്ടാവും. അവർക്ക് എന്താണ്, പഠിക്കാൻ മാത്രം ഡിഫിക്കൽട്ടികളും. ഇതിലിപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താരേ ജമീൻ പർ എന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടുണ്ടാവും. അതിൽ കറക്റ്റ് ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഫിലിമാണ് താരേ ജമീൻ പർ, അമീർ ഖാൻ്റെ. ഞാൻ ഫിലിം കാണാൻ പ്രൊമോട്ട് ചെയ്യുമെന്നല്ല, പക്ഷേ ഇതിൽ കറക്റ്റ് അതിൽ താരേ ജമീൻ പറിൽ കറക്റ്റ് ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഫിലിമാണ്. അവരോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് എന്താണെന്നൊക്കെ കറക്റ്റ് പറയുന്ന ഒരു ഫിലിമാണ് താരേ ജമീൻ പർ. അതിൽ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടും കൂടി ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ച്. അപ്പം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവരുടെ IQ അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ എബോവ് ആവറേജ് ആയിരിക്കും. നോർമൽ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ആവറേജ് IQ എന്ന് പറയുന്നത് IQ അസസ്മെൻറ്റ് ചെയ്താൽ 90 to 110 ഒരു ആവറേജ് IQ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ആവറേജ് ഇൻ്റലിജൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 90 to 110. അപ്പോൾ എന്താണ്, ഈ കുട്ടിയിൽ IQ അസസ് ചെയ്താൽ, IQ ടെസ്റ്റ് ചെയ്താൽ ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ ആവറേജ് ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ ആവറേജ് ആയിരിക്കും. കാരണം ഈ കുട്ടിക്ക് എന്താണ്, പഠനത്തിൽ മാത്രമാണ് പ്രശ്നം ഉണ്ടാവുക, ബാക്കി ഒരു ഇതിലും പ്രശ്നം ഉണ്ടാവില്ല. ബാക്കി ആ കുട്ടി ചിലപ്പോൾ നന്നായി പാടുന്ന കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ടാവും. താരേ ജമീൻ പറിൽ ആ കുട്ടി എന്താണ്, ഭയങ്കരമായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടിയാണ്. ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ലേണിങ്ങിൽ മാത്രമാണ് പ്രശ്നം. അതായത് ആ കുട്ടിക്ക് അതിലെന്താണ്, ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ പറയുന്നുണ്ട് എന്താണ്, ഓരോന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ മാത്രമാണ് അവർ ബാക്കോട്ട്, ബാക്കി എല്ലാ കാര്യത്തിലും അവരെന്താണ്, ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ ആയിരിക്കും. അത് അവരുടെ ഒരു നെഗറ്റീവായിട്ട് ആരും കാണാതിരിക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്താ, IQ 90, 110 ഒരു നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ എബോ ആവറേജ്, എക്സലൻറ്റ് ആ ലെവലിലൊക്കെ പോകും ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പം ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ IQ കൂടെ അസസ്മെൻറ്റ് ചെയ്യണം. എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, എൻ്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറഞ്ഞ് നമ്മൾ പിന്തള്ളരുത്. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു IQ അസസ്മെൻ്റൊക്കെ ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് ഒരു IQ അസസ്മെൻ്റൊക്കെ നടത്തുക. അപ്പോൾ കുട്ടിക്ക് എന്താണ്, ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അവിടെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് കൂടുതൽ. പിന്നെ നമ്മൾ കടക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. ലേണിംഗ് ഡിസബിലിറ്റിയിൽ തന്നെ പല ടൈപ്പ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവും. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് വായിക്കുന്നതിലാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്നതിൽ ഇപ്പോൾ ആമിന എന്ന് പറയുന്ന ആളെ കുട്ടിക്ക് ചിലപ്പോൾ എഴുതുന്നതിലായിരിക്കും ബുദ്ധിമുട്ട്. പലർക്കും പല ടൈപ്പ് ലേണിംഗ് ഡിസബിലിറ്റി ആയിരിക്കും. എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല സിംറ്റംസ് കാണിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഞാൻ കുറച്ച് ടൈപ്സ് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ മക്കൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ പറയുന്നത് ഇതിലുള്ള എല്ലാവർക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നൊന്നല്ല കേട്ടോ, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ എന്ന് പറയുന്നത് കൊറോണയ്ക്ക് ശേഷം രക്ഷിതാക്കൾ എപ്പോഴും കംപ്ലയിൻറ്റ് പറയുന്നത് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ലേണിംഗ് ഡിഫിക്കൽട്ടി ആണോ ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നുള്ളത് നമ്മൾ രക്ഷിതാക്കൾ കറക്റ്റ് മനസ്സിലാക്കി അതിനുള്ളൊരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലേണിംഗ് ഡിസബിലിറ്റിൻ്റെ പല ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റിയിലോട്ട് നമ്മൾ കടക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്ലെക്സിയ എന്ന് പറയും. ഒട്ടുമിക്ക ആളുകളും എപ്പോഴും ഇതൊന്നും പുതിയ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞുതരാണ് ഡിസ്ലെക്സിയ എന്ന് പേര് കേട്ടിട്ടാലും പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ കാര്യം. ഡിസ്ലെക്സിയ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ കുട്ടിക്ക് എന്താണ്, വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. അതായത് കുട്ടി വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. കുട്ടി ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അക്ഷരങ്ങൾ മാറി വായിക്കുന്നത്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വായിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടുമിക്ക കുട്ടികൾ ഇപ്പം ഇനി ഞാൻ നിൻ്റെ അടുത്തൊരു
പോയിന്റ് വന്നത് കുട്ടിക്ക് എന്താണ് ഡിസ്ലെക്സിയ ആയിരുന്നു. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടി എങ്ങനെ വായിക്കുന്നതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്താണ് വായിക്കുന്നത്. അപ്പം ഒരു സെൻറ്റൻസ് വായിക്കുകയാണെങ്കിൽ അതിൽ ഒരു വേർഡ് വായിക്കും, പിന്നെ 2 വേർഡ് സ്കിപ്പ് ചെയ്യും, പിന്നെ 3ാമത്തെ വേർഡ് വായിക്കും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് വായിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഊഹിച്ച് വായിക്കുക, അതായത് ഗസ് ചെയ്ത് വായിക്കുക. ഇപ്പോൾ ഒരു സ്റ്റോറിയൊക്കെയാണ് വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് പോയി കണ്ടു എന്ന് ആയിരിക്കും അതിലുള്ള വേർഡ്, പക്ഷെ അതെന്ത് ചെയ്തു ഗസ് ചെയ്ത് കണ്ട് വേറെ എന്തെങ്കിലും ഇങ്ങനെ മുന്നത്തെ വരി വായിച്ചാൽ ഇത് അങ്ങനെ ആയിരിക്കും എന്ന് ഗസ് ചെയ്ത് വായിക്കുന്ന ടീമുകളുണ്ട്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് വായിക്കുക, ഗസ് ചെയ്ത് വായിക്കുക, അതുപോലെ ലൈന് വിട്ട് വായിക്കുക. അതുപോലെ അവർക്ക് എന്ത് ചെയ്യില്ല, ചില ചിഹ്നങ്ങൾ വായിക്കൂല അവർ. അതായത് മലയാളമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ വരുന്ന പ്രശ്നമാണ്, അവർക്ക് എന്ത് ചെയ്യില്ല, ചിഹ്നങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ കോമ, കുത്ത് അങ്ങനത്തെ ഒന്നും ഓരെന്ത് ചെയ്യൂല, മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വായനയിലുള്ളൊരു പ്രശ്നത്തിനെയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡിസ്ലെക്സിയയിൽ? പിന്നെ അവർ ഇങ്ങനെ പെറുക്കി ആയിരിക്കും ചിലർ വായിക്കുക, ഭയങ്കര സ്ലോ ആയിട്ട് വായിക്കുന്നവരുണ്ട്. അതായത് അത് അവരുടെ ഒരു, ഞാൻ ചില രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എപ്പോഴും ഇരുത്തി വായിപ്പിച്ച് കൊടുക്കും, നാലിൻ്റെ കുട്ടി വായിക്കൂലോ, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് അതുകൊണ്ടൊന്നുമല്ല. കാരണം അവർക്ക് എന്താണ്, ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ അത് അവരെ കുറ്റപ്പെടുത്തി അവരെന്ത് ചെയ്യും, ചില രക്ഷിതാക്കൾ പെട്ടെന്ന് എന്താണ് വടിയൊക്കെ എടുക്കുന്നവരാണ്, അല്ലെ വായിച്ചിട്ടില്ലെങ്കിൽ വടിയും വാളൊക്കെ ഇറങ്ങുന്നവരാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അവർക്ക് ഇങ്ങനെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പ് വരുത്തുക ഡിസ്ലെക്സിയ കാരണം കൊണ്ടാണോ, ചിലപ്പോൾ ഡിസ്ലെക്സിയ ആവണമെന്നില്ല, ചിലപ്പോൾ എന്താണ് അവർക്ക് കാഴ്ചയിലോ കേൾവിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നും കൂടി ഇതൊക്കെ ഡിസ്ലെക്സിയ അല്ലെങ്കിൽ LD ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തണം. എന്തേ, കാഴ്ചക്കും കേൾവിക്കും ഒരു പ്രശ്നമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് ഇതൊക്കെ ഊഹിക്കാൻ പറ്റുള്ളൂ, ഇതാവാം, ഇതിന് ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് നോക്കുക. വായനയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നോക്കുക, എന്താണ് എൻ്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്, കാഴ്ചക്കോ കേൾവിക്കോ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അവന് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടാണോ വായിക്കുന്നത്, ചിഹ്നങ്ങളൊന്നും വായിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡിസ്ലെക്സിയ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പം ഡിസ്ലെക്സിയനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ഗ്രാഫിയ. നമ്മൾ നേരത്തെ വായനയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഴുത്ത്. അവരെന്താണ് എഴുതാൻ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം താരേ ജമീൻ പറിൽ ആ കുട്ടിക്ക് എന്താണ് വായിക്കാനും ബുദ്ധിമുട്ടാണ്, എഴുതാനും ബുദ്ധിമുട്ടാണ്. ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ എഴുതാനാണ് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് തന്നെ എഴുതുന്നതൊന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അത് വായിക്കാനും കുട്ടിക്ക് അറിയാത്തൊരു പ്രശ്നമായിട്ടാണ് ഇതിൽ താരേ ജമീൻ പറിലുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിസ്ഗ്രാഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടിക്ക് എന്താണ് എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനത്തെ കുട്ടികളെ അധികം എഴുതൽ മിറർ ഇമേജ് ഒക്കെ കാണുന്ന പോലെ, ചില കുട്ടികൾക്കൊക്കെ അതിൽ ഏതെങ്കിലും അധ്യാപകരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ചില കുട്ടികൾ എന്താണ് മിറർ ഇമേജ് പോലെ എഴുതുന്നവരുണ്ടാവും. പിന്നെ രക്ഷിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കംപ്ലൈൻ്റ് ആണ് എപ്പോഴും ഡി എഴുതുന്നത് ബി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ബി എഴുതുന്നത് ഡി ആയിട്ടായിരിക്കും. അതുപോലെ അങ്ങനെ പാവ, അങ്ങനെ സാമ്യമുള്ള വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സാമ്യമുള്ള ലെറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഒരു തിരിച്ചു മറിച്ചൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ ഡിയും ബിയും അങ്ങനെയൊക്കെ എഴുതുന്ന പലരും കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ എന്താണ് ഈ ഡിസ്ഗ്രാഫിയൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ എഴുതുന്നതിൽ അവർക്കുള്ള ബുദ്ധിമുട്ടിനാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുക. അവരതുപോലെ എഴുതുന്നത് എന്തായിരിക്കില്ല, സെൻറ്റൻസ് ഒക്കെ എഴുതുമ്പോൾ അവർ ഓരോ സ്പേസ് ഇടേണ്ടടുത്ത് സ്പേസ് ഇടൂല. അതുപോലെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എന്ത് ചെയ്യും മിക്സഡ് ആയിട്ട് എഴുതും, അങ്ങനെയൊക്കെ എഴുതുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെ എന്താണ് ഡിസ്ഗ്രാഫിയൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് ഡിസ്ഗ്രാഫിയനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും പറ്റും, നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും. ഡിസ്ലെക്സിയ അല്ല ഡിസ്ഗ്രാഫിയ, അതായത് എഴുതാനുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്, അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ് അവർക്ക് അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് അറിയാൻ പറ്റുമായിരിക്കും, കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ടാവും. പക്ഷെ ഒരു എക്സാം ഒക്കെ ആണെങ്കിൽ പേപ്പറിൽ നോക്കിയാൽ അതൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പേപ്പറിലോട്ട് എഴുതാനുള്ള, അതൊന്നും പേപ്പറിലോട്ട് മാറ്റാനുള്ള കഴിവൊന്നും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് കിടക്കാണ് ഡിസ്കാൽക്കുലിയ. വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ മാത്തമാറ്റിക്കൽ, മാത്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗണിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അതായത് മാത്സിൻ്റെ ബേസിക് സംഭവങ്ങൾ പോലും അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. ജസ്റ്റ് ഒരു രണ്ടും കൂട്ടാൻ അല്ലെങ്കിൽ ഒന്നും കൂട്ടാൻ വരെ അവർക്ക് അറിയലുണ്ടാവില്ല. അതുപോലെ ചെറിയ സിമ്പിൾ, അതുപോലെ
കൂട്ടുക, കുറക്കുക, അല്ലെങ്കിൽ ഹരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചിലതൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവും. അപ്പം താരെ ജമീൻ പറിൽ അതിലൊരു സീനുണ്ട്. ഇതിൽ ഞാൻ ആ ഫിലിം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇതിൽ കണ്ടിട്ടുള്ളവർക്കറിയാം ആ കുട്ടിക്ക് എന്താണ് കറക്റ്റ് അതിൻ്റെ ആൻസർ അറിയാം. പക്ഷെ അത് ആൻസർ നമ്പർ എഴുതുന്നത് തല തിരിച്ച്. അതായത് ഇപ്പം 369 ഇപ്പം ഞാനൊരു അതിലുള്ള എക്സാമ്പിൾ അല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമിൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 369 ആണെന്ന് സപ്പോസ് വിചാരിക്കാം. പക്ഷെ ആ കുട്ടി എഴുതിയിട്ടുണ്ടാവും 396. അത് ഡിസ്ഗ്രാഫിയാണ്, ഡിസ്കാൽക്കുലിയാണ്, രണ്ടിലും പെടുത്താവുന്ന കാര്യമാണ്. അതായത് എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ടാണ്, അതുപോലെ എന്താണ് മാത്തമാറ്റിക്കൽ സംഭവമാണ്. അതുപോലെ അവർക്ക് എന്താ ഈ ടൈം നോക്കുക, അങ്ങനെ ഈ അളവ് നോക്കുക, അതിലൊക്കെ ഭയങ്കര മാത്തമാറ്റിക്കൽ സംഭവങ്ങളിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ ബിഗ് സ്മോൾ അങ്ങനത്തെ ബേസിക് സംഭവങ്ങളുണ്ടല്ലോ മാത്തമാറ്റിക്കൽ, അതൊക്കെ അവർക്ക് ഭയങ്കര ടാസ്ക് ആയിരിക്കും ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ മാത്തമാറ്റിക്കൽ സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് നമ്മളെ മക്കളിൽ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, കുട്ടികളൊക്കെ ഒന്ന് ഇരുത്തിക്കുക. നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പം സപ്പോസ് എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു മാത്സിൽ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും എനിക്കൊരു വൈകല്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മാത്സ് അറിയൂല എന്ന് എനിക്ക് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ആ ഡിസ്കാൽക്കുലിയാണെന്ന് ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കുട്ടീനൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. ജസ്റ്റ് ഒരു ബിഗ് സ്മോൾ സംഭവങ്ങളൊക്കെ, ഒരു ചെറിയ സാധനം അല്ലെങ്കിൽ വലിയ സാധനമൊക്കെ ഒപ്പം വെച്ചിട്ട് ഇതിലേതാ വലുത് ഇതിലേതാ ചെറുത് എന്നൊക്കെ ചോദിച്ച് അതിലൊക്കെ കുട്ടിക്ക് ഡിഫിക്കൽട്ടി കാണുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനൊക്കെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസ്കാൽക്കുലിയയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ഡൗട്ടില്ല വിചാരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കടക്കാൻ ഡിസ്പ്രാക്സിയ എന്ന് പറയും. ഡിസ്പ്രാക്സിയ താരെ ജമീൻ പറിൽ വീണ്ടും ഞാൻ അതിലോട്ട് വരുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. ഡിസ്പ്രാക്സിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കുട്ടിക്ക് എന്താണ് ഡെയിലി റൂട്ടീൻ നമ്മളെ കുഞ്ഞു കുഞ്ഞു റൂട്ടീനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ബ്രഷ് ചെയ്യുക അതൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യൂല, അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെ ബട്ടൺ ഇടുക, അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഷൂവിൻ്റെ ലേസ് കെട്ടുക. താരെ ജമീൻ പറിലെ കുട്ടിക്ക് ഫിലിം കണ്ടവർക്കറിയാം, ആ കുട്ടി അതിലെന്താണ് ഡിസ്പ്രാക്സിയും കൂടി ആ കുട്ടി അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് അതിലൊക്കെ ഡെയിലി റൂട്ടീൻ നമ്മളെ നിത്യജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വരെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, മക്കളെ കൊണ്ട് എന്താ ചെയ്യുക, ഷർട്ടിൻ്റെ ബട്ടനൊക്കെ ഒന്ന് ഇടിപ്പിച്ച് ചെറുപ്പത്തിലേ ഒന്ന് ശീലിപ്പിക്കുക. അതുപോലെ ഷൂവിൻ്റെ ലേസ് പ്രോപ്പറായി കെട്ടുന്നത് ശീലിപ്പിക്കുക. അതുപോലെ ഡെയിലി റൂട്ടീനൊക്കെ ബ്രഷ് ചെയ്യുക, അതൊക്കെ എന്താ ചെയ്യുക, ഒരു പരിധി വരെ ഒരു പ്രായത്തിൽ ഒരു 3-4 അല്ലെങ്കിൽ ഒരു 4 വയസ്സ് 3.5 വയസ്സൊക്കെ ആകുമ്പോൾ ഒക്കെ കുട്ടികളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശീലിപ്പിക്കുക. ഇതൊക്കെ അവരിൽ എന്ത് ചെയ്യും, അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്രയാണ് ഡിസ്പ്രാക്സിയനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഈ ഒരു 4 നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയിലൊരു മെയിൻ ലേണിംഗ് ഡിസബിലിറ്റിൻ്റെ അണ്ടറിൽ വരുന്ന മെയിനായിട്ടുള്ള ഡിസോർഡേഴ്സ് ഈ 4 പക്ഷെ ചില ആളുകളിൽ വേറെയും 2-3 ഡിസോർഡേഴ്സ് ആയിട്ട് കാണാറുണ്ട്. അതായത് ഓഡിറ്ററി പ്രോസസ്സിങ് ഡിസോർഡർ. അതായത് അവർക്ക് എന്താണ് അവരുടെ ഓഡിറ്ററി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, സൗണ്ട്. അവർക്ക് സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും. ഇതാണ് ഓഡിറ്ററി. ചില കുട്ടികൾക്കൊക്കെ അറിയാം ക്ലാസ്സിൽ നിന്ന് എന്താണ് അതായത് അവർക്കൊരു സൗണ്ട് കേട്ടാൽ എന്താണ് ഇത് എന്താണെന്നൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ടീച്ചർ സെൻറ്ററിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ പക്ഷെ സ്വാഭാവികമായിട്ടൊരു ക്ലാസ് റൂം ആകുമ്പോൾ എന്തുണ്ടാവും, കുറേ കുട്ടികളുണ്ടാവും. അപ്പം അവിടെ നിന്നൊക്കെ ഒരു സൗണ്ട് ഉണ്ടാവും. പക്ഷെ ആവശ്യമുള്ള സാധനങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു സൗണ്ടിനെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരിൽ ഉണ്ടാവില്ല. അവരുടെ ഒരു ശ്രദ്ധ ആവശ്യമില്ലാത്ത ചുറ്റുമായിട്ടുള്ള കുട്ടികളുടെ ഒരു സൗണ്ടും കാര്യങ്ങളായിരിക്കും. അതായത് അവർക്ക് എന്താണ് ഒരു പ്രോപ്പർ സൗണ്ടും കാര്യങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവുക. ഇതാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ്, കുട്ടിക്ക് എന്താണ് ചെവിക്ക് എന്തെങ്കിലും കേൾവിക്കുറവോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് അതുപോലെ തന്നെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഓഡിറ്ററി വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയും. ഓഡിറ്ററി ഇല്ല കേട്ടോ, വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേൾവിക്ക് പകരം കാഴ്ച. അവർക്ക് എന്താണ് ഒരു സംഭവത്തിന് കാഴ്ചയിലൂടെ ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു കാര്യങ്ങളുടെ ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കളേഴ്സ് ഒന്നും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വിഷ്വലി ഉള്ള ഒരു പ്രശ്നങ്ങളാണ് എന്താണ്
വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലേണിംഗ് ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ADHD എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ADHDനെ കുറിച്ച് വിശദമായിട്ട് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. കുട്ടിക്ക് എന്താണ് അറ്റൻഷൻ കുറവാണ്, പക്ഷേ ഇങ്ങനത്തെ തരത്തിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും കുട്ടി. അങ്ങനത്തെ കുട്ടികൾക്കും അങ്ങനത്തെ കുട്ടികളുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റി, ADHDൻ്റെ കൂടെയും ലേണിംഗ് ഡിസബിലിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വാഭാവികമായിട്ട് അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയിലോട്ട് അത് എന്ത് ചെയ്യും, ലീഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൻ്റെ അടിയിൽ, അതായത് ലേണിംഗ് ഡിസബിലിറ്റിൻ്റെ അടിയിൽപ്പെട്ട ഡിസോർഡറുകൾ ഇത്രയാണ്. ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഇതിലേതെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവുള്ളൂ. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അതായത് ഡിസ്ലെക്സിയ മാത്രം ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഡിസ്ഗ്രാഫിയ ആയിരിക്കും, ചില കുട്ടികൾക്ക് ഡിസ്പ്രാക്സിയ ആയിരിക്കും, ചിലവർക്ക് ഇതിൽ എല്ലാതും മിക്സഡ് ടൈപ്പായിട്ട് കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ട കുട്ടിക്ക് ഏതാണ്, അതിനുള്ളൊരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ഇതിൽ ഡിസ്കാൽക്കുലിയാണ് കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യരുത്, ഡിസ്ലെക്സിയൻ്റെ കാര്യങ്ങളായിട്ടൊന്നും മുന്നോട്ട് പോകരുത്. ഏതാണ് എൻ്റെ കുട്ടിക്ക് ഉള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനുള്ളൊരു ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു 5% മുതൽ 20% വരെയുള്ള കുട്ടികളിൽ എന്താണ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആണ് കാണപ്പെടുന്നത്. അതുപോലെ ഒരു 3% മുതൽ ഒരു 10% ഉള്ള കുട്ടികളിൽ മാത്രമാണ് ലേണിംഗ് ഡിസബിലിറ്റി കാണപ്പെടുന്നത്. ഇതൊക്കെ കൊറോണൻ്റെ മുമ്പുള്ള കണക്കുകളാട്ടോ. പക്ഷേ കൊറോണയ്ക്ക് വന്നതിന് ശേഷം ഈ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടീസും ലേണിംഗ് ഡിസബിലിറ്റിയൊക്കെ കൂടി പോകാനാണ് വളരെ സാധ്യത. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, കൊറോണയ്ക്ക് മുമ്പുള്ള കുട്ടികളിലും കൊറോണയ്ക്ക് ശേഷമുള്ള കുട്ടികളിലും ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റിയൊക്കെ എത്രത്തോളം വരാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൽട്ടീസൊക്കെ വരാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ടൈപ്സ് എന്ന് പറയുന്നത്. ഇതിലെന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നത്. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. നാഫിയ ജസി ചോദിച്ചോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ടൈപ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം കേൾക്കാം കേട്ടോ. നമ്മൾ അതിലോട്ട് പോയാൽ നമ്മളെ ടൈം പിന്നെ ലാഗായി പോവേ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കുറേ ടൈപ്സ് പറഞ്ഞു, അതുപോലെ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മളിനി നോക്കേണ്ടത്. ഇത് ഏറ്റവും ബെറ്റർ സൈക്കോളജിസ്റ്റിനെക്കാട്ടി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാരൻറ്റിനും അതുപോലെ തന്നെ ഒരു ടീച്ചറിനും. സ്വാഭാവികമായിട്ടും പഠന പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു സൈക്കോളജിസ്റ്റിനെക്കാട്ടിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എപ്പോഴും കൂടെ നിൽക്കുന്ന പാരൻറ്റിനും അതുപോലെ ക്ലാസ് റൂമിൽ അവരുടെ കൂടെയുള്ള ടീച്ചേഴ്സിനുമാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ മക്കളിൽ ഇതിലിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒന്നുമില്ല. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഈ ഒരു സംഭവത്തിൻ്റെ സിംറ്റംസ് ഒക്കെ എന്താണ് ആ ഡിസോർഡർ, അതൊക്കെ തന്നെയാണ് അതിൻ്റെ സിംറ്റംസ്. അതായത് മാത്തമാറ്റിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് നമ്പേഴ്സ് എണ്ണാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും അതിലൊക്കെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വായിക്കുന്നതിൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വായിക്കുക, ഗസ് ചെയ്ത് വായിക്കുക, ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ റീസൺസ് ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കുട്ടി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഉറപ്പ് വരുത്താൻ പറ്റില്ല കേട്ടോ. ഇതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും, ഇതൊക്കെ ആണെന്ന് നമുക്കൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കുട്ടിക്ക് കാഴ്ചക്കോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു കാഴ്ചക്കോ കേൾവിക്കോ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താം. എന്നിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഒരു സൈക്കോളജിസ്റ്റിനെ, ഏറ്റവും അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അപ്രോച്ച് ചെയ്താൽ അവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അല്ലാതെ ഇതിൽ പാരൻസിനൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ഇത് ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ, പക്ഷെ അവരെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അവരിലെ ഇത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. അവരിൽ എന്ത് ചെയ്യുക, സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്താൽ അവർ സ്വാഭാവികമായിട്ടും IQ അസസ്മെൻറ്റ് നടത്തും. അപ്പോൾ IQ അസസ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് ബിലോ ആണെങ്കിൽ നോർമലിനായിട്ടൊക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അത് അവരിൽ വേറെ എന്തെങ്കിലും മെൻ്റൽ റിട്ടാർഡേഷൻ പോലുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം കൊണ്ടായിരിക്കാം. പക്ഷെ അവരിൽ ഇത് നോർമലാണ് അല്ലെങ്കിൽ എബോ ആവറേജ്. ഞാൻ നേരത്തെ കണക്കൊക്കെ പറഞ്ഞു 90 മുതൽ 110 വരെയൊക്കെ എന്താണ് ഒരു ആവറേജ് IQ ലെവലാണ്. ഈ LD ഉള്ള കുട്ടികൾക്കൊക്കെ LD മാത്രമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം IQ എന്തായിരിക്കും, ആ ഒരു ലെവലിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ലേണിംഗ് ഡിസബിലിറ്റി
ആയിട്ട് കണക്കാക്കൂല. ഐക്യു നോർമൽ ആണെങ്കിലും അവരടുത്ത എന്താണ് ലേണിംഗ് ഡിസേബിലിറ്റി അസസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സ്വാഭാവികമായിട്ട് എല്ലാ സൈക്കോളജിസ്റ്റുമാരുടെ അടുത്ത് ഓരോ ടൂളുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ക്ലിനിക്കിൽ എന്താണ് നിംഹാൻസിൻ്റെ ടൂളുകളുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. അതായത് കുട്ടീൻ്റെ ഗ്രേഡിംഗ് ലെവൽ ചെക്ക് ചെയ്യുക. ഗ്രേഡിംഗ് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു കുട്ടി ഇപ്പം ഞാൻ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞു, അവരുടെ എന്താണ് എഴുത്തും വായനയൊക്കെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ ഒരു ലെവലൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് LD ആണെന്നുള്ളത് കൺഫേം എത്തും. അല്ലെങ്കിൽ 7ൽ പഠിക്കുന്ന കുട്ടിക്ക് ആർത്ത കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയില്ല, അത് ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിട്ട് കണക്കാക്കും. അതല്ല ഒരു 2 ക്ലാസ് ബാക്കിലോട്ടാണ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, അത് IQ ആവറേജ് ആണെങ്കിൽ മാത്രമായിട്ട് അത് ചെയ്യുള്ളൂ. എന്ത് ചെയ്യും, 2 ക്ലാസ് ബാക്കിലോട്ടാണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കണക്കൂട്ടും. ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് സൈക്കോളജിസ്റ്റുമാർ പ്രൂവ് ചെയ്താലാണ് നമുക്ക് ഇനി ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ പറയുന്നത് പോലെ ഇത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇവരിൽ എന്താ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇവർക്ക് എന്താ ഈ ലേണിങ്ങിൽ മാത്രം അല്ലെങ്കിൽ ഈ പഠനത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലാതെ വേറെ ഒന്നിലും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് എന്താ ഈ ലേണിംഗ് LDയുള്ള എത്രയോ കുട്ടികളുണ്ട് നന്നായിട്ട് വരയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ ഇപ്പം ഉണ്ടല്ലോ പല ടൈപ്പ് ഈ ഗ്രാഫ്സ് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എഴുതുന്ന, എഴുതല്ല കേട്ടോ, ഈ കഥകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഓരോ കഴിവുകൾ, പല കഴിവുകളുണ്ട്. നന്നായി ഡാൻസ് കളിക്കുന്ന, അല്ലെങ്കിൽ പാടുന്ന, അങ്ങനെ അവരുടെ ഒരു പ്രോപ്പർ കഴിവ് എന്താണെന്നുള്ളത് പാരൻസ് മനസ്സിലാക്കുക. ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പാരൻസ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അവർക്ക് വേറെ ഏത് കഴിവാണുള്ളത്, അല്ലെങ്കിൽ അവരിൽ എന്താണ് വേറെ മുന്നിട്ട് നിൽക്കുന്ന കഴിവ്. ചില കുട്ടികൾ നല്ല ചിത്രം വരയ്ക്കുന്ന കുട്ടികളാവും, അവരിൽ എന്ത് ചെയ്യുക, അങ്ങനെ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പോയി കണ്ട എൻട്രൻസിനും അങ്ങനത്തെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട ജോലിയിലോട്ടും അങ്ങനത്തെ കോഴ്സുകളിലേക്കും വിടുന്നതിന് പകരം എന്ത് ചെയ്യുക, അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രൊമോട്ട് ചെയ്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അവരിൽ എന്താണോ ഇൻട്രസ്റ്റഡ്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ കഴിവ് എന്താണോ അത് കണ്ടെത്തിയിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ജോലിയിലോട്ടൊക്കെ അവരെ തിരിയിപ്പിക്കുക. അവരോട് ഇങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്, ഇരുത്തി പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഈ പഠനവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളൊക്കെ കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ഒരു സെൽഫ് എസ്റ്റീം, അതായത് അവർക്ക് അവരോടുള്ള ഒരു കോൺഫിഡൻറ്റ് തന്നെ എന്ത് ചെയ്യും, കുറഞ്ഞു പോകുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവരിലെ സെൽഫ് എസ്റ്റീം കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സെൽഫ് എസ്റ്റീം, ഞാനിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വെബിനാർ എടുക്കുക, നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ടുള്ള എന്താണ്, എനിക്കൊന്നും കിട്ടൂല, നിങ്ങളെ മുന്നിൽ ഒന്നും പ്രസൻറ്റ് ചെയ്യാനില്ല. അതുപോലെ ഒരു ക്ലയൻറ്റ് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ക്ലയൻറ്റിൻ്റെ ഒരു പരാജയം മാത്രമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു സംഭവം അവരുടെ ഒരു സെൽഫ് എസ്റ്റീം പറ്റ ലോ ആയിക്കാണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, അവരുടെ ലൈഫ് തന്നെ ഒരു സ്പോയിലായ പോലാവും. പക്ഷെ അതിലുപരി അവരുടെ ഏറ്റവും വലിയ കാര്യം, ഇപ്പോൾ ചിത്രം വരയ്ക്കാൻ പറ്റുന്ന കുട്ടിയാണെങ്കിൽ കുട്ടീനെ എന്ത് ചെയ്യും, ചിത്രം വരയ്ക്കാൻ പ്രൊമോട്ട് ചെയ്ത് കണ്ട ചിത്രവരയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിലേറ്റഡ് ജോലിയിലോട്ടൊക്കെ അവരെ വിടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു റീസൺ നമ്മൾ പറഞ്ഞു, ഇത് ചിലപ്പോൾ എന്താണ് ജനറ്റിക് ആയിട്ട്. ഒരു മിനിറ്റ്, അത് പറയുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു പിന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ലേണിംഗ് ഡിസബിലിറ്റിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളതൊക്കെയാണ്. നമ്മൾ പറഞ്ഞു ഇതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ. ചോദിച്ചോളൂ. അതെ അതെ, അതിന്റെ ഒന്നും കൂടെ പറയൂ, അത് എങ്ങനെയാ സാഹചര്യത്തിൽ അങ്ങനെ ഈ ഗ്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക, അതൊരു നിംഹാൻസ് അറിയാലോ, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് സ്ഥാപനമാണ്. അപ്പോൾ എന്താണ്, നിംഹാൻസ് പുറത്തിറക്കിയ ഒരു ടൂളാണ് ഈ ഗ്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. അത് സൈക്കോളജിസ്റ്റുമാർ ഡീൽ ചെയ്യുന്ന ഒരു ടൂളാണ്. അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ ഉപയോഗിക്കുന്ന ഒരു അസസ്മെൻ്റ് ആണ് ഈ ഗ്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് പേരിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ കുട്ടിയുടെ ലെവൽ ഏത് ലെവലാണെന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് കുട്ടീൻ്റെ ഗ്രേഡിംഗ് ലെവൽ, ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലാസ് എന്നാണ്. അതായത് ഇപ്പോൾ 1ാം ക്ലാസ്, എനിക്ക് തോന്നുന്നത് ഗ്രേഡിംഗ് ലെവൽ 7 ക്ലാസ് വരെയുള്ള ഗ്രേഡിംഗ് ലെവലാണ് ആ ടൂളിലുള്ളത്. അപ്പം അവരെ കൊണ്ട് എന്ത് ചെയ്യണം, ഓരോ വേർഡ്സും കാര്യങ്ങളും എഴുതിപ്പിക്കുക.
അതുപോലെ പറയിപ്പിക്കുക, അതുപോലെ മാത്തമാറ്റിക്കൽ സംഭവങ്ങൾ, അതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാൻ, അങ്ങനെ ഓരോരോ ക്ലാസ്. ഇപ്പം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്താണ് ചിലപ്പോൾ തറ പറ അങ്ങനത്തെ കാര്യങ്ങളെ എഴുതാൻ അറിയുള്ളൂ. അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സൊക്കെ ഐക്യമൊക്കെ നല്ല ഉള്ള കുട്ടികളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ സാധാരണ ഒരു കുട്ടിയൊക്കെ എന്താണ് 1ലൊക്കെ പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം തറ പറ അങ്ങനത്തെ വേർഡ്സാണ് എഴുതാൻ പറ്റും. മലയാളത്തിൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാ ലാംഗ്വേജിൻ്റെ ഉണ്ട് കേട്ടോ, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ എല്ലാത്തിൻ്റെ നോക്കും അതിൽ. അപ്പം ഈ തറ പറ എന്നൊക്കെ പക്ഷേ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് പക്ഷേ ഒന്നും കൂടി നല്ല കടുകട്ടി വേർഡ്സൊക്കെ എഴുതാൻ പറ്റും. ഈ എനിക്ക് ഒരു വേർഡ് ഞാൻ ഓർക്കുകയാണ്, ചാണിക്യം എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. പക്ഷേ LD ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ആ ചാണിക്യം എന്നൊന്നും എഴുതാൻ കഴിയൂല ആ കുട്ടിക്ക് ചിലപ്പോൾ LD ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ ഒരു 4ാം ക്ലാസ്സിലുള്ള അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലുള്ള ഒരു വേർഡ്സൊക്കെ ആയിരിക്കും. അതായത് പറവ അങ്ങനത്തെ ഒക്കെ സിമ്പിൾ വേർഡ്സിൽ അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ LD ഉള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കുട്ടീൻ്റെ ഗ്രേഡ് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഗ്രേഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. അതൊരു അസസ്മെൻറ്റ്, അതൊരു ടൂളാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആമിന മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞത് ഈ ലേണിംഗ് ഡിസേബിലിറ്റിൻ്റെ റീസൺ എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലേണിംഗ് ഡിഫിക്കൽട്ടി, അതായത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒന്നെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ശ്രദ്ധ പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടീച്ചേഴ്സ് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതായത് കുട്ടിക്ക് പഠിക്കാനിരിക്കാനുള്ള ആ ഒരു സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിൽ അല്ലെങ്കിൽ TV അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ട് അപ്പുറത്തിരുന്ന കുട്ടി പഠിക്കാനിരുത്തിയാലൊന്നും കുട്ടിക്ക് ചിലപ്പോൾ അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ലേണിംഗ് ഡിഫിക്കൽട്ടി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ലേണിംഗ് ഡിസേബിലിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്താണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, ന്യൂറോളജിക്കലി വരുന്ന ഒരു കണ്ടീഷനാണ് ഈ ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതൊന്നും ജനറ്റിക് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അത് വീട്ടിലാർക്കെങ്കിലും, അതായത് പാരൻസിനാർക്കെങ്കിലും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനാർക്കെങ്കിലും, അല്ലെങ്കിൽ ജ്യേഷ്ഠനോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ല പാരമ്പര്യമായിട്ട് വരിക എന്ന് പറയില്ല, അങ്ങനെ പാരമ്പര്യമായിട്ട് ലേണിംഗ് ഡിസേബിലിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പാരൻസ്, അതായത് അവരുടെ അവർ ഗർഭം ധരിച്ച സമയത്ത്, അവരെ വയറ്റിലുള്ള സമയത്ത് പാരൻസ് എന്തെങ്കിലും ആൽക്കഹോളിക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരിൽ എന്താണ് ലേണിംഗ് ഡിസേബിലിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെയാണ് എന്താണ്, അല്ലാതെ പാരൻസിനെ സംബന്ധിച്ച് നമ്മൾ പ്രഗ്നൻസി ആയ സമയത്ത് നമ്മളവിടെ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ പുറത്തൊക്കെ കൺട്രീസിലൊക്കെ നമുക്കറിയാം, പുറത്തെ കൾച്ചർ അല്ലെങ്കിൽ വേറെയുള്ളത്തെ കൾച്ചറൊക്കെ, നമ്മൾ കേരളത്തിന് പുറത്തുള്ള കൾച്ചറൊക്കെ കുറച്ചുകൂടി ആൽക്കഹോളിക് ഒക്കെ ആയിരിക്കില്ല ലേഡീസൊക്കെ, പ്രത്യേകിച്ച് പ്രഗ്നൻസി വുമൻസൊക്കെ. അപ്പോൾ ആ സമയത്തൊന്നും ആൽക്കഹോളിക് ആവരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങൾ എന്താണ്, ഒട്ടുമിക്ക ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് കുട്ടികളുടെ ഈ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഓരോ സൈക്കോളജിക്കൽ അസുഖങ്ങളാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറിൽ പെട്ട ഒരു ഡിസോർഡറാണ് ഈ ലേണിംഗ് ഡിസേബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒട്ടുമിക്ക ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറിൻ്റെ ഒക്കെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് പാരൻസ് എന്താണ് പ്രഗ്നൻസി ടൈമിൽ എന്താണ് ആൽക്കഹോളിക് ഒക്കെ ആവുന്ന റീസൺ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തികയാതെ പ്രസവിക്കുന്ന മക്കളൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ ചിലരൊക്കെ 7 മാസത്തിൽ 8 മാസത്തിലൊക്കെ പ്രസവിക്കും. അങ്ങനെ തികയാതെ പ്രസവിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള, അതായത് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മുമ്പ് എടുത്തതല്ലേ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞാണ്. അതായത് കുട്ടി എന്താ കരയുന്ന സമയത്ത് കരയുന്നില്ല, ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളിലൊക്കെ എന്താണ് ഈ ഒരു ലേണിംഗ് ഡിസേബിലിറ്റി ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസൊക്കെ ലേണിംഗ് ഡിസബിലിറ്റിയിലോട്ട് ഒരു പരിധി വരെ ലീഡ് ചെയ്യും, പക്ഷെ അതിനേക്കാട്ടും കൂടുതൽ ലേണിംഗ് ഡിഫിക്കൽട്ടിയിലോട്ടാണ് ലീഡ് ചെയ്യുക ഈ ചൈൽഡ്ഹുഡ് ട്രോമാസൊക്കെ. ഇപ്പം നമ്മൾ പറഞ്ഞു ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് ഇപ്പം ഒരു സൈക്കോളജിസ്റ്റ് പ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അസസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു നിങ്ങളെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണ്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പാരൻസിനും ടീച്ചേഴ്സിനും അവർക്ക് 2 പേർക്കാണ് ഈ ഒരു ഇതിൽ പക്ക റോള് എന്ന് പറയുന്നത്, അല്ലാതെ പുറമുള്ള വേറെ ആർക്കുമല്ല, രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനാണ് ഇതിലുള്ള ഒരു റോള് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, പഠിക്കുമെന്ന് പറഞ്ഞ് വെറുപ്പിക്കരുത്. അതായത് അവരുടെ ഒരു കഴിവ്, അവരുടെ ഏറ്റവും വലിയ കഴിവ് എന്താണോ കണ്ടെത്തിയിട്ട് അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലികൾ എന്ത് ചെയ്യാം,
അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അവരിൽ എന്ത് ചെയ്യുക, ഒരു സയൻറ്റിഫിക് ലേണിംഗ് അപ്രോച്ച് കൊണ്ടുവരാം. സയൻറ്റിഫിക് ലേണിംഗ് അപ്രോച്ച് ഇതിപ്പോൾ LD ഉള്ള കുട്ടികൾ മാത്രം വർക്കാവുന്ന കാര്യങ്ങളല്ല കേട്ടോ. നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മെത്തേഡുകളാണ്. ഇപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. അതായത് സയൻറ്റിഫിക് ലേണിംഗ് അപ്രോച്ച് കൊണ്ടുവരാം. സയൻറ്റിഫിക് ലേണിംഗ് അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു കറക്റ്റായിട്ട് പഠിപ്പിക്കുക. അതായത് ഇങ്ങനെ വെറുപ്പിച്ച് പഠിപ്പിക്കാതെ അതിൻ്റെ ഇപ്പം ഒരു ബാഡ് എന്ന് ഇപ്പോൾ നമ്മൾ ബാഡ് എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ് BAD ആണ്. BAD ബാഡ്. BED വന്നാൽ അത് ബെഡ് ആവും. ബെഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആണ് വരിക, അല്ലെങ്കിൽ ബാഡ് എന്ന് പറയുമ്പോൾ ആണ് വരിക. അങ്ങനെ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ബൈ ഹാർട്ട് ചെയ്ത് ബാഡ് എന്നൊക്കെ പറഞ്ഞ് ബൈ ഹാർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നതിലുപരി ഇത് പറയുമ്പോൾ എനിക്ക് തന്നെയാണ് ചിരി വരുന്നത്. എനിക്കൊണ്ടൊരു 4 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ UKG പഠിക്കുന്ന ഒരു മോള്, അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റർ ആലോചിച്ചിട്ട് ഞാൻ ചിരിച്ചിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, കറക്റ്റ് ഒരു സയൻറ്റിഫിക് വാല്യൂടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് കറക്ഷൻ വരുത്തുക. അതായത് കുട്ടികളെ എന്തെങ്കിലും എഴുതുകയാണെങ്കിലും വായിക്കുകയാണെങ്കിലും അപ്പം കറക്റ്റ് ചെയ്ത് കൊടുക്കുക, എന്താണ് തെറ്റ് എന്നുള്ളത്. ഇമ്മീഡിയറ്റ് കറക്ഷൻ വേർഡ് അർത്ഥാക്കുന്ന പോലെ തന്നെ. അല്ലാതെ ഒരു ഫുള്ള് വരി ഫുൾ പേജ് എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ എപ്പോഴും പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കുട്ടിയുടെ പേജ് മൊത്തം എഴുതി കഴിഞ്ഞിട്ടായിരിക്കും അതിലുള്ള തെറ്റുകൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യം അതിലുള്ള തെറ്റുകളൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് എഴുതുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കണ്ട് എന്ത് ചെയ്യുക, അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പം വരുന്ന തെറ്റുകൾ അപ്പം തന്നെ തിരുത്തിയാൽ അത് അവരുടെ മനസ്സിലോട്ട് പതിയും. ഇതെന്താണ്, കുറേ തെറ്റുകൾ ഒരുമിച്ച് പറഞ്ഞാൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിൽ ഏതാ തെറ്റ് ഇതിൽ ഏതാ ശരി. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഇമ്മീഡിയറ്റ് കറക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു ബ്രേക്കിംഗ് ലേണിംഗ് എടുക്കുക. ബ്രേക്കിംഗ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് ചെയ്യുക, ബ്രേക്കിംഗ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മാക്സിമം 20 മിനിറ്റ് മാത്രമാണ് ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പാടുള്ളൂ. 20 മിനിറ്റൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ്. ഒരു അഡൾട്ടായ നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് വെറും 20 മിനിറ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് അത്ര ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഇനി മാക്സിമം കൂടി പോയി 20 മിനിറ്റ്, അതിലപ്പുറത്തേക്ക് കടിക്കരുത്. അപ്പോൾ 20 മിനിറ്റ് പഠിപ്പിച്ചിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ 10 മിനിറ്റൊക്കെ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒരു 20 മിനിറ്റ്. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ബ്രേക്കിംഗ് ടൈം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, മക്കളെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയൊക്കെയാണെങ്കിൽ നമ്മളൊന്നും പാരൻസ് ഒന്നും ഒപ്പം ഇരുന്ന് പഠിപ്പിക്കണം എന്നൊന്നുമില്ലല്ലേ. അവർ തനിയെ പഠിക്കുന്നൊക്കെ ഒരു പ്രായം 8ഒക്കെ എത്തിയാൽ, ഏകദേശം കുട്ടികളൊക്കെ UP ഒക്കെ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നല്ല വായിക്കുന്ന കുട്ടികളാണെങ്കിൽ തനിയെ പഠിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ സമയത്ത് അവരിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒപ്പം ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, നമ്മൾ പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഒരു LP ആ ഒരു ടൈമിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഒപ്പം ഇരുന്ന് പഠിപ്പിക്കുന്ന പ്രായമാണല്ലോ. ആ പ്രായത്തിലേക്ക് എന്ത് അവരെ പഠിപ്പിക്കുമ്പോൾ 20 മിനിറ്റ് പഠിപ്പിച്ച് എന്നിട്ട് എന്തെങ്കിലും ഒരു 10ഓ 15ഓ മിനിറ്റോ ബ്രേക്ക് എടുത്ത് വീണ്ടും ഒരു 20 മിനിറ്റ് പഠിപ്പിച്ച് അങ്ങനെ ഒരു ബ്രേക്കിംഗ് ടൈം എടുത്ത് പഠിപ്പിക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബ്രേക്കിംഗ് ടൈം എടുക്കുന്നതിനിടയിൽ അവർക്ക് എന്ത് ചെയ്യുക, അവരെ വേണ്ടാത്തതിലേക്കൊന്നും വിടാതിരിക്കുക. വേണ്ടാത്തതെന്ന് ഉദ്ദേശിച്ചത് ചില കുട്ടികളൊക്കെ എന്താ ഈ ബ്രേക്കിൻ്റെ ടൈമിൽ TV വാച്ച് ചെയ്യുക അല്ലെങ്കിൽ കാർട്ടൂൺ കാണുക, അങ്ങനത്തേലോട്ട് ലീഡ് ചെയ്യുന്നതിന് പകരം അവർക്ക് കുറച്ചും കൂടി അറ്റൻഷനും കോൺസെൻട്രേഷനൊക്കെ കൂട്ടുന്ന പല ഗെയിംസുകൾ നമുക്ക് എന്ത് ചെയ്യുക, പാരൻസിന് കൂടെ ഇരുന്ന് കളിക്കാം. പാരൻസ് കൂടെ ഇരുന്ന് കളിച്ചാലൊന്നും ആരും ചെറുതാവുന്നതൊന്നുമല്ല കേട്ടോ. ഏത് വലിയ കൊമ്പത്തെ ഡോക്ടറായാലും എൻജിനീയർ ആയാലും മക്കളെ കൂടെ ഇരുന്ന് കളിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഒരു പാരൻറ്റിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യുക, അവർക്ക് അറ്റൻഷനും കോൺസെൻട്രേഷനും കൂടുന്ന പല ഗെയിമുകളുണ്ടാവും. യൂട്യൂബൊക്കെ തുറന്നാൽ ഒന്ന് ഞങ്ങളെ അറിവിലോട്ട് പറയുന്നത് ബ്രെയിൻ ജിം ടെക്നിക്ക് എന്ന് പറയും. ബ്രെയിൻ ജിം എന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഒരുപാട് ടെക്നിക്കുകൾ കുട്ടികൾക്ക് പറ്റിയതാണെങ്കിൽ, കുട്ടികൾക്ക് ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പറ്റിയതാണെങ്കിൽ അങ്ങനെ അവരുടെ പ്രായത്തിനൊത്ത ബ്രെയിൻ ജിം ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതായത് അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഞാൻ അതന്നെ ആണെന്നില്ല, നമ്മളെന്ത് ചെയ്യുക, അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടാൻ പറ്റുന്ന ADHDനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലുള്ള ആരെങ്കിലും കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്. അതായത് ADHDനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അറ്റൻഷൻ കൂട്ടാൻ വേണ്ടി മക്കളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതായത് കളർ സോർട്ടിങ്, അല്ലെങ്കിൽ ചെറുപയർ പെറുപ്പിക്കുക, അല്ലെങ്കിൽ ഇപ്പം പണ്ടത്തെ കാലത്തിലോട്ട് പോകണമെങ്കിൽ മഞ്ചാടി പെറുപ്പിക്കുക, അല്ലെങ്കിൽ നൂറ്റാങ്കൊള്ളി കളിപ്പിക്കുക, അല്ലെങ്കിൽ ഇനി ഇപ്പോഴത്തെ കാലത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ടോയ്സൊക്കെ അവൈലബിൾ ആണല്ലേ. കുട്ടികൾക്ക് പാവാച്ചിക്കുട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ തോക്കൊക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അങ്ങനത്തെ കോൺസെൻട്രേഷനും അറ്റൻഷനൊക്കെ കൂട്ടുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊടുത്താൽ
കൊടുത്താണ്ട് അതൊക്കെ ഈ ഒരു ബ്രേക്കിംഗ് ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുത്താണ് പിന്നെ അവരുടെ പഠനത്തിലോട്ട് കൊണ്ടുവരാം. ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ, നല്ല റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ മക്കളിൽ കാണാം. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാം കൊടുക്കുക, ഒരു ബ്രേക്കിംഗ് ലേണിംഗ് ആയിട്ട് ഒരു ബ്രേക്കിംഗ് ടൈം കൊടുത്തിട്ട് ലേണിങ്ങിൻ്റെ ഒരു അപ്രോച്ച് എടുക്കാം. അപ്പം ഇതും അവരിൽ എന്ത് ചെയ്യും, അവരുടെ ഒരു പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ എന്ത് ചെയ്യും, അവരുള്ള ആ ഒരു ഡിസബിലിറ്റിൻ്റെ ഒരു ഗ്രേഡിംഗ് റേഞ്ച് ഉണ്ടല്ലോ അതൊന്ന് ഇപ്പം 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 4ാം ക്ലാസ്സിലെ റേഞ്ച് ആണെങ്കിൽ അവരിൽ ഒരു 5ാം ക്ലാസ്സിലെ റേഞ്ച് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിലെ റേഞ്ചിലോട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും ഇങ്ങനത്തെ പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി സെൻസ്ഫുൾ ലേണിംഗ് ആണ്. അതായത് ചെറിയ കുട്ടികളിലൊക്കെ നല്ല അപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അതൊരു സംഭവം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂമ്പാറ്റിനെ കുറിച്ച് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റിൻ്റെ പാട്ടാണ് കുട്ടീനെ കൊണ്ട് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പ്രീ സ്കൂളിലൊക്കെ ഈ ഒരു സിസ്റ്റം അവൈലബിൾ ആണ്, ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബേഡ്സിനൊക്കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തുകാണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ അതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ അത് നിൽക്കുന്ന ആക്ഷൻസ് ഒക്കെ കാണിച്ചെടുത്തുകാണ്ട് നാഫി ഒന്ന് മൈക്ക് ഓഫ് ആക്കോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ എന്ത് ചെയ്യുക, ഒരു മൾട്ടി സെൻസ്ഫുള്ള് അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലുപരി എന്ത് ചെയ്യുക, ഒരു മൾട്ടിപ്പിളായിട്ട് അതായത് ചുറ്റുപാട് ഇപ്പോൾ ഒരു മരത്തിനെ കുറിച്ച് പഠിപ്പിക്കാന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി മരമൊക്കെ ഒന്ന് കാണിച്ചെടുത്ത് അതിലുള്ള ലീഫ് അതിൻ്റെ കൊമ്പുകളൊക്കെ കാണിച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഒരു മൾട്ടി സെൻസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ എല്ലാ പാരൻറ്റിങ് ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ എന്ത് ചെയ്യരുത്, മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യരുത്. പ്രത്യേകിച്ച് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളൊന്നും മറ്റു കുട്ടികളായിട്ടൊന്നും ഒട്ടും എന്ത് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. അത് അവരുടെ സെൽഫ് എസ്റ്റീം ഒക്കെ ഭയങ്കരമായിട്ട് കുറക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവരെന്ത് കാര്യത്തിന് അവരൊരു അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ABCD ഒക്കെ എന്താ പറയുന്നുണ്ടാവും, ചിലപ്പോൾ ഡിസ്ഗ്രാഫിയുള്ള കുട്ടികൾ പറയുന്നുണ്ടാവും നന്നായിട്ട്, പക്ഷെ അവർക്ക് എന്തായിട്ടില്ല എഴുതുന്നുണ്ടാവില്ല. ഇനി അഥവാ അവർ നമ്മളൊരു പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ ഒക്കെ അവരിപ്പോൾ ഒരു ABCD ഒക്കെ ഫുൾ എഴുതുകയാണെങ്കിൽ ഫുൾ ആൽഫബറ്റ് എഴുതുകയാണെങ്കിൽ അവർ നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുക, അവർക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുക, നല്ലൊരു അപ്രിസിയേഷനൊക്കെ നടത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താണ് ഒരു റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയും, ഞാൻ ഫസ്റ്റിൽ പറഞ്ഞു അതിനെക്കുറിച്ച് പറയാന്നുള്ളത്. ഒരു സൈക്കോളജിസ്റ്റ് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റ് സജഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. റെമഡിയൽ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ട്രെയിനീസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ടീച്ചറാണ്. ഇൻഡിവിജ്വൽ ടീച്ചർ എന്ന് പറയാനുള്ള റെമഡിയൽ ട്രെയിനേഴ്സ് അവരെന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അവർ കുട്ടീനെ പഠിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പഠിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ സൈഡും അല്ലെങ്കിൽ ഒരു എന്താണ് ഇപ്പോൾ ഒരു കാറ്റ് എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പാരൻസായി നമ്മൾ പഠിപ്പിക്കുന്നത് വെറും ഒരു കാറ്റായിരിക്കും. പക്ഷെ റെമഡിയൽ ട്രെയിനേഴ്സ് അതിൻ്റെ എല്ലാ സൈഡും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇപ്പോൾ ഒരു ടച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ടച്ച് ചെയ്യിപ്പിച്ച് അതിൻ്റെ അത് എങ്ങനെ കുട്ടീനെ കൊണ്ട് പഠിപ്പിക്കാം, നമ്മളിപ്പോൾ കുറേ മെത്തേഡൊക്കെ പറഞ്ഞു അതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് അവനൊരു സയൻറ്റിഫിക്കലി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് റെമഡിയൽ ട്രെയിനിങ് കൊടുക്കാൻ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും. അപ്പം സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിസ്റ്റ് പറയും ഒരു 20 സെഷൻ റെമഡിയൽ ട്രെയിനിങ് കൊടുക്കണം. LD ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഒരു 10, 15, 20 സെഷൻസ് പറയും. പക്ഷേ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾക്ക് 1, 2, 3 റെമഡിയൽ ട്രെയിനിങ് കൊടുത്താൽ ഒരു പരിധി വരെ എന്ത് ചെയ്യും മാറ്റാൻ പറ്റും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പാരൻസും ടീച്ചേഴ്സും കൂടെ ഒന്നും കൂടി ശ്രദ്ധയും കൂടി കൊടുത്താൽ മാറ്റാൻ കഴിയും. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധിക കാലം എന്ത് ചെയ്യേണ്ടി വരും, റെമഡിയൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പം സൈക്കോളജിസ്റ്റ് എത്ര സെഷൻസ് പറഞ്ഞിട്ടുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അത് അത്രയും നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഏറ്റവും നല്ല റെമഡിയൽ ട്രെയിനേഴ്സ് ആരാന്ന് കണ്ടെത്തിയാണ്ട് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ അടുത്തുള്ള ഏതെങ്കിലും റെമഡിയൽ ട്രെയിനേഴ്സിനെ കണ്ടെത്തിയാണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള റെമഡിയൽ ട്രെയിനിങ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പാരൻസ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ഏരിയാസും കവർ ചെയ്തു. ലേണിംഗ് ഡിസബിലിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു, ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റീസ് പറഞ്ഞു, അതുപോലെ തന്നെ അത് നമ്മൾ പാരൻസ് ആയിട്ടുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചോളൂ. ഇതിപ്പം ചില പേരൻസിനെ ഇപ്പം കുട്ടികള് ഇങ്ങനെ അതായത് ഇപ്പം പല ടൈപ്സ് ഡിസബിലിറ്റീസ് പറഞ്ഞല്ലോ. അതെ. അപ്പം പിന്നെ ചില പേരൻസിന് ഇത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ.
ചില പേരൻസിന്. അപ്പം ഇതിന്റെ ഒരു അതായത് ഏത് ഏജിലായിരിക്കും ചിലപ്പം ഇതിങ്ങനെ കാണുന്നത്? അങ്ങനെ ചിലപ്പോ ഈ പ്രീ പ്രൈമറി അങ്ങനെയൊക്കെ തൊട്ടേ ഉണ്ടാവുമോ? അത് ഏതൊരു മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രേഡിംഗ് ലെവലിൻ്റെ ടൂളൊക്കെ അതൊക്കെ 1ാം ക്ലാസ് മുതലാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ പറയില്ലേ പനി വന്നാൽ, പനി ആയാലും എന്തൊരസുഖം, ഇപ്പോൾ ക്യാൻസർ, പിന്നെ ക്യാൻസറിന് ഏറ്റവും ലേണിംഗ് ഡിസബിലിറ്റിനെ കമ്പയർ ചെയ്യില്ല, പക്ഷെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ക്യാൻസർ വന്നൊരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തിയാൽ എന്താണ്, നമുക്ക് എന്താണ് അത് മാറ്റാന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റേജ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് എന്താണ് അത് ഭയങ്കര ടാസ്ക്കാണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയാണ്, അല്ലെങ്കിൽ മാറുക എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് എല്ലാം. ഇനിയിപ്പം സൈക്കോളജിക്കൽ ഡിസോർഡർ ആവട്ടെ, മെൻ്റൽ ഡിസോർഡർ ആവട്ടെ, എന്ത് ഡിസോർഡർ ആണെങ്കിലും ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഫിസിക്കൽ ഇഷ്യൂസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ആദ്യത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാം. ഞാൻ ഇതിലിപ്പോൾ ഒരു പാരൻസിനോട് എൻ്റെ റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, അത് നമ്മൾ പല പാരൻസും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കുട്ടികളിൽ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അത് എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് കൊറോണ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു കാരണക്കാരന് കൊറോണ ആണെന്ന് ഞാനൊരു പരിധി വരെ വിശ്വസിക്കുന്നു പറഞ്ഞ്, പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടി ഞാൻ പറയുകയാണ്. ചില പാരൻസൊക്കെ ഉണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊരു കൊറോണ കാരണം ഉണ്ടായതാണ്, അതെന്ത് ചെയ്യും, ഞാനൊന്ന് 2 ശ്രദ്ധ കൊടുത്താൽ, ഞാൻ ഒന്ന് കുറച്ചും കൂടി ഇരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രായം എത്തുമ്പോൾ ഇതൊക്കെ മാറുമൊക്കെ റെഡി. ഒരു 8ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ, ഹൈസ്കൂൾ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഒരുത്തന്നെ ഒരു ബോധം വന്നോളും പഠിക്കാൻ, അപ്പോൾ ഒരു പഠിച്ചോളും. അങ്ങനെയൊക്കെ പല പാരൻസും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ കുട്ടിയൊക്കെ എന്താണ് 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഈ ഒരു ബേസിക് സംഭവങ്ങൾ, അതായത് അക്ഷരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എഴുതുക, വായിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും 8ാം ക്ലാസ്സിലെത്തിയാൽ ഒന്നും ശ്രദ്ധിക്കാനുള്ള ടൈം അവർക്ക് ഉണ്ടാവില്ല. നമ്മളെ സിലബസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ആരും പഠിപ്പിക്കൂല, അത് അറിയൂല. അപ്പോൾ അവരെന്താണ് അതിങ്ങനെ കയറി പോകുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അത് അവരിൽ മാറ്റിയെടുക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടി ആവും. പക്ഷെ ഒരു പ്രീ സ്കൂളിൽ തന്നെ, ഇപ്പോൾ ഒരു LKG UKG എന്നൊക്കെ തന്നെ നമുക്കറിയാം നമ്മളെ മക്കൾക്ക് എന്തൊക്കെ പഠിപ്പിക്കുക. ജസ്റ്റ് ലെറ്റേഴ്സ് ചിലപ്പോൾ എഴുതാം, പ്രീ സ്കൂളൊന്നും ചിലപ്പോൾ എഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, ചില സ്കൂളുകൾ എഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ അവരിൽ അത് എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞൊരു മെത്തേഡിലൂടെ ഒക്കെ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും അവരിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം മുമ്പ് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഒരു ക്ലയൻറ്റ്, 6 മാസമായിട്ടുണ്ടാവില്ല, ഒരു 5-6 മാസം മുമ്പ് ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. കുട്ടി ആകെ എന്താണ് പ്രീ സ്കൂളാണ്. പ്രീ സ്കൂൾ എന്ന് പറയുന്നത് ഇസ്ലാമിക് പ്രീ സ്കൂളിൽ അൽബിർ, അൽഫിത്ര പോലുള്ള അങ്ങനെ ഏതോ ഒരു സ്കൂളിൽ നിന്നാണ് കുട്ടി വരുന്നത്. അതിൽ 3ാം ലെവലോ അങ്ങനെ എന്തോ ആണ്, അതായത് 3ാമത്തെ വർഷമാണ്. പക്ഷെ കുട്ടിക്ക് ഇപ്പോഴും ആൽഫബറ്റ്സ് എഴുതാൻ അറിയില്ല. കുട്ടീനെ ലെവൽ 1 മുതൽ എന്താണ് ആൽഫബറ്റ്സ് ആണ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ ഏകദേശം മറ്റു കുട്ടികളൊക്കെ എന്താണ് കാറ്റി മാറ്റി അങ്ങനത്തെ വേർഡ്സൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, കുട്ടിക്ക് എന്താണ് 2-3 റെമഡിയൽ ട്രെയിനിങ് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ടും കുട്ടിയിൽ മാറ്റില്ലെങ്കിലാണ്, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടി 1ാം ക്ലാസ്സിൽ എത്തിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോപ്പർ ട്രെയിനിങ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്തു, മനസ്സിലാക്കി, ഐഡൻറ്റിഫൈ ചെയ്തു ഇന്ന പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്തു, ഒരു 3-4 റെമഡിയൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടെങ്കിൽ ആ കുട്ടി റെഡിയായി, ആ കുട്ടി ബാക്ക് ടു നോർമലിക്ക് വന്ന്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യ സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കിയാൽ, എന്തൊരു അസുഖം പോലെ ഇതും ലേണിംഗ് ഡിസബിലിറ്റിയും ആദ്യ സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? അമ്മിനെ ഡൗട്ടൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈം വളരെ ദീർഘിച്ചു, 8:30 കഴിഞ്ഞു, 1 മണിക്കൂറിലും കൂടുതലായി. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേഴ്സണലി മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണമെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു. താങ്ക് യു മാം.